അനുപമ ടീച്ചർ ഓഫീസിലെത്തിയപ്പോൾ സാർ അവിടെയില്ല. അവളിന്ന് ജോലിയിൽ പ്രവേശിക്കുകയാണ്. അവൾ അവിടെയാണ് പഠിച്ചത്, വേണുമാഷിൻ്റെ പാലൽ കോളേജിൽ. 10ാം ക്ലാസ്സിൽ അവൾക്ക് മാർക്ക് കുറവായിരുന്നു. സാറ് നന്നായി പഠിപ്പിക്കും, അതുകൊണ്ട് അവൾക്ക് +2 എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അവൾ PSCയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്. അധികം വൈകാതെ ജോലി കിട്ടും. അതുവരെ ഒരു ഇടത്താവളം. മാത്രമല്ല സാറിനോടുള്ള ഒരു നന്ദി പ്രകാശനം കൂടിയാണിത്. തനിക്ക് പുതിയൊരു വഴി തുറന്നു തന്നത് സാറാണെന്ന് അവൾക്കറിയാം. സാറ് യൂണിവേഴ്സിറ്റിയിൽ പോയതാ, ലക്ഷ്മി ടീച്ചർ പറഞ്ഞു. സാറിൻ്റെ കൂടെ ലത ടീച്ചറുമുണ്ട്, അതുകൊണ്ട് തനിക്ക് ഇരട്ടി പണിയാണ്, ലക്ഷ്മി ടീച്ചർ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരിയുണ്ട്. അതിൻ്റെ അർത്ഥം അനുപമയ്ക്ക് മനസ്സിലായി. അവൾക്ക് സാറിനെ നന്നായി അറിയാം. ഇവിടെ താൻ പഠിക്കാനാണോ അതോ ഫാഷൻ ഷോ നടത്താനാണോ ഇങ്ങോട്ട് വരുന്നത്? ഒരു ദിവസം അവളുടെ ചുണ്ടിലേക്ക് നോക്കി സാറ് ചോദിച്ചു. ലിപ്സ്റ്റിക്ക് തേച്ച് ചുണ്ട് ചുവപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല അവൾ നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചിരിച്ചപ്പോൾ അവൾ തന്നെ പിടിച്ച് നിന്നു. പിന്നെ സാറിന് തനിച്ച് കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, എല്ലാവരുടെ മുന്നേ വെച്ച് ഇനി പരിഹസിച്ചാൽ ഞാൻ വരില്ല. എല്ലാവരും ചിരിക്കുന്ന കണ്ടപ്പോൾ ട്രെയിനിന് മുന്നിൽ ചാടി ചത്താലെന്ന് വരെ തോന്നി, അവൾ പറഞ്ഞു. സാറ് ഞെട്ടുന്നത് അവൾ കണ്ടു. അതോടെ അവൾക്ക് ധൈര്യമായി. ഇവിടെ തന്നെ മാത്രമല്ല എല്ലാവരും ഞാൻ വഴക്ക് പറയാറില്ലേ? സാറ് ചോദിച്ചു. അത് പഠിക്കാത്തതുകൊണ്ടല്ലേ? എന്നോട് പറഞ്ഞത് അതല്ലല്ലോ. ഞാൻ ഫാഷൻ ഷോയ്ക്ക് വരുന്നതാണെന്നല്ലേ സാറ് പറഞ്ഞത്? അവൾ ചോദിച്ചു. സാർ അവളെ അടിമുടി നോക്കി. ഞാൻ ചോദിച്ചാൽ എന്താണ് തെറ്റ്? കാലിൽ ക്യൂട്ടീസ്, നടക്കുമ്പോൾ കിലുങ്ങുന്ന പാദസരം, കണങ്കാലിൽ ഒരു കറുത്ത ചരടും കെട്ടിയിട്ടുണ്ട്. പിന്നെ സാർ അവളുടെ അലങ്കാരങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു. അവൾ നാണിച്ചു നിന്നു. എല്ലാത്തിനും പുറമെ ചുണ്ടിൽ നിറയെ ലിപ്സ്റ്റിക്കും. ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? സാറ് ചോദിച്ചു. ഞാൻ ഒരുങ്ങി വന്നുകൊണ്ടല്ലേ സാറിനെ ശ്രദ്ധിച്ചത്. സാറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. അമ്പടി കേമി, അതായിരുന്നല്ലേ മനസ്സിൽ? സാറ് ചോദിച്ചു. ചെക്കന്മാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ സാറ് വളയുമെന്ന് അവൾ കരുതിയില്ല. ഇനി ഞാൻ വഴക്ക് പറയുന്നില്ല, എന്നാലും ഇത് കുറച്ച് ഓവറാണ്. ഇതൊന്നുമില്ലെങ്കിലും തന്നെ കാണാൻ സുന്ദരിയാണ്, സാറ് പറഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. അന്ന് വൈകുന്നേരം എല്ലാവരും പോയപ്പോഴും അവൾ ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു. സാറ് മുറി കൂട്ടാൻ വന്നപ്പോൾ അവൾ ക്ലാസ് റൂമിലുണ്ട്. എന്താടോ വീട്ടിൽ പോകാറായില്ലേ? സാറിൻ്റെ സ്വരത്തിൽ പഴയ കാഠിന്യമൊന്നുമില്ല. അവളുടെ നോട്ടവും ചിരിയും നാണവും ഒക്കെ കണ്ടപ്പോൾ സാറ് ചോദിച്ചു. തനിക്ക് ചീത്തപ്പേരുണ്ടാക്കുവോടോ? സാറിന് എന്തെങ്കിലും പറയാൻ കാണുമെന്ന് ഞാൻ കരുതി, പരിഭവത്തോടെ അവൾ പറഞ്ഞു. അവളുടെ നോട്ടം സാറിൻ്റെ മനസ്സിലും ചലനം സൃഷ്ടിച്ചു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ചു നേരം അവർ സംസാരിച്ചു നിന്നു. മഴയുടെ ഇരമ്പലിൽ അതൊന്നും ആരും കേട്ടില്ല. പിന്നെ ഒന്നാകാനുള്ള വെമ്പലായിരുന്നു രണ്ടുപേർക്കും. യാത്ര പറയുമ്പോൾ അവളുടെ എല്ലാം സാറിൻ്റെ സ്വന്തമായിരുന്നു. പിന്നെ 2 കൊല്ലം അവൾ സാറിൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു. ആരും അറിയാത്ത ബന്ധം. അവളുടെ ഫീസൊന്നും സാറ് വാങ്ങിയില്ല. വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം അവൾ അടിച്ചു പൊളിച്ചു. 2 കൊല്ലം അവൾ ജീവിതം ആസ്വദിച്ചു എന്ന് പറയാം. പക്ഷേ പഠിത്തം മുഴപ്പാൻ സാറ് സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൾ +2 നല്ല മാർക്കിൽ പാസ്സായി. പിരിയുമ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ബന്ധം ആർക്കും അറിയില്ല. ഈ മതിൽക്കെട്ടിനുള്ളിൽ നമ്മൾ സേഫായിരുന്നു. പുറത്തങ്ങനെ ആകണമെന്നില്ല. സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ അവൾ മഹാരാജാസിലാണ് പഠിച്ചത്. അതോടെ സാറുമാരുടെ ബന്ധം മുറിഞ്ഞു. വല്ലപ്പോഴും ഫോണിൽ സംസാരിക്കും. അവൾക്ക് പുതിയ സൗഹൃദങ്ങളായി, പുതിയ പ്രണയബന്ധങ്ങളായി. പക്ഷേ അതൊക്കെ ക്ഷണികമാണെന്ന് അവൾക്കറിയാം. കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾക്ക് പ്രണയമൊന്നുമില്ലായിരുന്നു. എല്ലാം അവസാനിപ്പിച്ചിരുന്നു. റിസൾട്ട് വരുന്നത് വരെ വെറുതെ ഇരിക്കണ്ടല്ലോ. അങ്ങനെയാണ് അവൾ സാറിനെ വിളിച്ചത്. താൻ നാളെ രാവിലെ ഇങ്ങോട്ട് വാടോ, താൻ ഇവിടുത്തെ കുട്ടിയല്ലേ? സാറ് പറഞ്ഞു. ഉച്ചയായപ്പോൾ സാറ് വന്നു. 3 കൊല്ലം 3 ദിവസം വരെ കടന്നു പോയല്ലേ? സാറ് ചോദിച്ചു. 2 പേരും കുറച്ച് നിമിഷങ്ങൾ കണ്ണിൽ നോക്കി നിന്നു. ഈ സ്ഥാപനം നിലനിൽക്കുന്നത് എൻ്റെ സൽപ്പേരിൻ്റെ ബലത്തിലാണ്. അതുകൊണ്ടാണ് റിസ്ക് എടുക്കാതിരുന്നത്, അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാറ് പറഞ്ഞു. 2 കൊല്ലം ഞാനിവിടെ ഉണ്ടായിരുന്നിട്ടും സാറിൻ്റെ സൽപ്പേരിന് ഒരു കളങ്കവും വന്നില്ലല്ലോ? അവൾ ചോദിച്ചു. അത് നമ്മുടെ ഭാഗ്യം, സാറ് പറഞ്ഞു. അന്ന് വൈകുന്നേരം അവൾ ഏറ്റവും ഒടുവിലാണ് സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങിയത്. സാർ ഓഫീസിലുണ്ട്. അവളെ കണ്ടപ്പോൾ സാറ് പുഞ്ചിരിച്ചു. പഴയ ഓർമ്മകൾ രണ്ടുപേരുടെയും മനസ്സിൽ നിറഞ്ഞു. ഈ ഓഫീസ് റൂം അവരുടെ സമാഗമത്തിന് പലതവണ വേദിയായതാണ്. സാറ് വാതിൽ ചാരിയപ്പോൾ അവൾ നാണത്തോടെ സാറിനെ നോക്കി. ഒന്നാകുമ്പോൾ 3 കൊല്ലം കൊണ്ട് അവൾക്കുണ്ടായ മാറ്റങ്ങൾ സാർ അവളോട് പറഞ്ഞു. സാറിന് ഒരു മാറ്റവുമില്ല, നാണത്തോടെ അവൾ പറഞ്ഞു. അവളുടെ വസ്ത്രങ്ങൾ വർണ്ണക്കല്ലാസ് പോലെ അവളുടെ ചുറ്റും ചതറിക്കിടന്നു. സാറിൻ്റെ ആവേശം പെട്ടെന്നൊന്നും അടങ്ങില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എൻ്റെ ബസ് പോകും, അവൾ പറഞ്ഞു. 2 കൊല്ലം ഞാനിത് എത്ര തവണ കേട്ടതാണ്, സാറ് പറഞ്ഞു. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. അവൾ ക്ലോക്കിലേക്ക് നോക്കിക്കിടന്നു. രാത്രി അവൾ സാറിനെ പറ്റിയാണ് ചിന്തിച്ചത്. തന്നെക്കാളും ഒരു 10 വയസ്സ് കൂടുതൽ കാണും. പക്ഷെ മനസ്സുകൊണ്ട് സാർ ഇപ്പോഴും തൻ്റെ അതേ പ്രായമാണ്. വൈകുന്നേരം അവൾ തടഞ്ഞതാണ്. ലൈഫ് പാർട്ട്ണറായി സാറിനെ തന്നെ തിരഞ്ഞെടുത്തല്ലോ, അവൾ ചിന്തിച്ചു. സാർ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ലത ടീച്ചറിനെ പറ്റി പറഞ്ഞപ്പോൾ ലക്ഷ്മി ടീച്ചറിൻ്റെ ചുണ്ടിൽ ഒരു കുസൃത ചിരിയുണ്ടായിരുന്നു. 2 പേരും തമ്മിൽ അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. അത് സീരിയസ് ആയിരിക്കുമോ? പലതും ചിന്തിച്ച് കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. ഓഫീസിലെത്തിയപ്പോൾ അവൾക്ക് അതിനുള്ള ഉത്തരം കിട്ടി. വന്നപ്പോഴേ സാറിനെ വളച്ചുമില്ലേ? ലത ടീച്ചർ ചോദിച്ചു. ടീച്ചറിന് എന്താ സംശയം തോന്നിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ടീച്ചറിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇനി സാറിനെ മറക്കാൻ എനിക്കാവില്ല, ലത ടീച്ചർ പറഞ്ഞു. കൃത്യസമയത്താണ് സാർ സ്റ്റാഫ് റൂമിലേക്ക് വന്നത്. ലത ടീച്ചറിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് സാർ കണ്ടു. എന്ത് പറ്റി? 2 പേരും തമ്മിൽ വഴക്കിട്ടോ? സാർ ചോദിച്ചു. അനുപമ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. വൈകുന്നേരം അവൾ സാറിനോട് പറഞ്ഞു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സാറിനെ പറ്റി ആലോചിച്ചു. സാറിൻ്റെ അടുത്ത് എനിക്ക് കംഫർട്ടാണ്. എല്ലാം തുറന്ന് പറഞ്ഞെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അപ്പോഴാണ് ലത ടീച്ചർ അവൾ പാതിയിൽ നിർത്തി. താൻ യാത്ര പറഞ്ഞു പോയപ്പോൾ ഞാൻ തനിച്ചായതുപോലെ തോന്നി. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ലത ടീച്ചർ, സാറ് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം താൻ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഞാൻ കരുതിയില്ല, സാറ് പറഞ്ഞു.
സാറിന് ആരെയാണ് ഇഷ്ടം? അവൾ ചോദിച്ചു. സാർ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നത് അവൾ കണ്ടു. അവൾ സാറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒന്നാകുമ്പോൾ സാറിൻ്റെ മനസ്സുളറിയുന്നുണ്ടായിരുന്നു. സാറിന് അവളെയാണ് ഇഷ്ടം. അവളെ നഷ്ടമായപ്പോഴാണ് സാർ ലത ടീച്ചറുമായി അടുത്തത്. ലത ടീച്ചർ പുറത്ത് കാത്തു നിൽപ്പുണ്ടെന്ന് അവൾക്കറിയാം. കേട്ടത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയുള്ള നിൽപ്പാണ്. ചെയ്യുന്നത് ക്രൂരതയാണെന്ന് അവൾക്കറിയാം. പക്ഷേ സാറിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അവൾക്ക് തോന്നിയില്ല. സാർ അതൊന്നും അറിഞ്ഞില്ല. സാർ അപ്പോൾ തിരമാല പോലെ അവളിൽ അലിയുകയായിരുന്നു. സാർ വാതിൽ തുറന്നു. മുന്നിൽ ലത ടീച്ചറിനെ കണ്ട സാർ ഞെട്ടുന്നത് അവൾ കണ്ടു. കേട്ടപ്പോൾ പൂർണ്ണമായി വിശ്വസിച്ചില്ല. ഇനി ഞാൻ ശല്യമാവില്ല. ലത ടീച്ചർ തിരിച്ചു നടന്നു. സാറിൻ്റെ ടെൻഷൻ അനുപമ കണ്ടു. പക്ഷേ അവളുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. ഇനി സാർ തൻ്റെ മാത്രമാണ്.